ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ കരീം. സൂറത്ത് ഹജ്ജ് 3-4 വചനങ്ങൾ. أعوذ بالله من الشيطان الرجيم. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. كتب عليه أنه من تولاه فأنه يضله ويهديه. فأنه يضله ويهديه إلى عذاب السعير. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. كتب عليه أنه من تولاه فأنه يضله ويهديه. فأنه يضله ويهديه إلى عذاب السعير. സൂറത്ത് ഹജ്ജിലെ ആദ്യ 2 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൻ്റെ ബീഭത്സമായ അവസ്ഥയെ വിശദീകരിച്ചുകൊണ്ടാണ് തുടക്കഭാഗം അവതരിപ്പിച്ചിട്ടുള്ളത്. ശേഷം അത്രയും പ്രയാസങ്ങൾ നിറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കും എന്നു പറഞ്ഞ ആ യാഥാർത്ഥ്യത്തെ ഒരറിവുമില്ലാതെ നിഷേധിക്കുന്ന ചില ആളുകളുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. വമിനന്നാസി ജനങ്ങളിലുണ്ട് മൈ യുജാദിലു ഫില്ലാ അല്ലാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നവർ ബിഗൈരി ഇൽമിൻ ഒരറിവുമില്ലാതെ വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ് അത്തരം ആളുകൾ പിൻപറ്റുന്നത് എല്ലാ ശൈത്താന്മാരെയുമാകുന്നു. ആ ശൈത്താൻ്റെ പ്രത്യേകത മരീദ്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അങ്ങേയറ്റം അനുസരണക്കേട് കാണിക്കുന്നവനായിരിക്കും എന്നാണ്. കുത്തിബ അലൈഹി ആ ശൈത്താൻ്റെ മേൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. അന്നഹു മൻ തവല്ലാഹു ആരാ ശൈത്താനെ കാര്യകർത്താവായി സ്വീകരിച്ചുവോ ഫഅന്നഹു യുദില്ലുഹു ആ ശൈത്താൻ അവനെ തെറ്റിക്കും, വയഹ്ദീഹി അവനെ നയിക്കുകയും ചെയ്യും, ഇലാ അദാബിസ് സഈർ കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യമായി ഇറക്കിയ അവൻ്റെ മതത്തെയും അവൻ്റെ കിതാബിനെയും അവൻ്റെ സുന്നത്തിനെയും ഒക്കെ
തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വന്തം ബുദ്ധിയെയും സ്വന്തം ഇച്ഛകളെയും ഒക്കെ പിൻപറ്റി ഒരറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അവർ അള്ളാഹുവിൻ്റെ പല കാര്യങ്ങളെയും നിഷേധിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹുവതആലയ്ക്കുള്ള പല കാര്യങ്ങളെയും അവർ ഇല്ല എന്ന് പറയുന്നു. അതൊക്കെ എങ്ങനെ ഉണ്ടാവുക എന്ന് പരിഹസിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹുവതആല ആയത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. മൈ യുജാദിലു ഫില്ല, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നവർ ബിഗൈരി ഇൽമിൻ, ഒരറിവും കൂടാതെ എന്നാണ്. അറിവില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാഹു സുബ്ഹാനഹുവതആലയുടെ അസ്മാഅുകളെക്കുറിച്ചോ സിഫാത്തുകളെക്കുറിച്ചോ അവൻ്റെ ശക്തിയെക്കുറിച്ചോ ഒന്നും അറിവില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന, അതിന് ആളുകൾ ഉണ്ട് എന്ന് കണ്ടാൽ അതിൻ്റെ കൂടെ കൂടികളാകുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ പരാമർശമുള്ളത്. അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞു, ഇത് നിരീശ്വരവാദികളും നിർമ്മതവാദികളുമൊക്കെ ഇതിൻ്റെ ഗണത്തിൽപ്പെടുന്നവരാണ് എന്നാണ്. അപ്പോൾ നിരീശ്വരവാദികളും നിർമ്മതവാദികളുമൊക്കെ മതമില്ല എന്ന് പറയുന്നവരും നിരീശ്വരവാദം ഒരു മതമായി കൊണ്ടു നടക്കുന്നവരുമൊക്കെ ഈ ഒരു ഗണത്തിലാണ് വരിക. കാരണം അള്ളാഹുവിൻ്റെ കിതാബും റസൂലിൻ്റെ സുന്നത്തും പറയാത്ത ചില അടിസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അതിന് കൃത്യമായ ഡാറ്റകളുണ്ടോ? കൃത്യമായ അവർക്ക് എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? ഇല്ല. ഇന്നൊരാൾ പറയുന്നതല്ല നാളെ ഒരാൾ പറയുക. എന്തൊക്കെയാണ് അവർക്ക് തോന്നുന്നത് അതാണ് അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അറിവില്ലാതെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ സംസാരിക്കുന്നവരുണ്ട്. അവർ ചെയ്യുന്ന വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്, അള്ളാഹു സുബ്ഹാനഹുവതആലയ്ക്ക് ധിക്കാരം കാണിക്കുന്ന എല്ലാ ശൈത്താന്മാരെയും പിൻപറ്റുക എന്നതാണ് അവരുടെ പണി എന്നാണ്. മനുഷ്യഗണത്തിലും ശൈത്താന്മാരുണ്ട്, ജിന്നുഗണത്തിലും ശൈത്താന്മാരുണ്ട് എന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു അനുസരിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന, തെറ്റുകളിലും കുറ്റങ്ങളിലുമായി ആപതിച്ച് ജീവിക്കുന്ന ആളുകൾ, ആ ആളുകളെ ആയിരിക്കും ഇവർ പിൻപറ്റുക. അള്ളാഹുവിന് വിലയുണ്ടാവുകയില്ല. അള്ളാഹുവിനെതിരായി പറയുന്ന ആളുകളായിരിക്കും, മതത്തിനെതിരായിരിക്കും. മതത്തിൻ്റെ ചിഹ്നങ്ങളൊന്നും ജീവിതത്തിലുണ്ടാവുകയില്ല. ഒരുപക്ഷെ പേരുണ്ടാകും, മറ്റൊന്നും ഉണ്ടാവുകയില്ല. അത്തരം ആളുകളെ പിൻപറ്റുന്നവരായിരിക്കും ഇവർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹു വിധി പറയുന്നു, കുതിബ അലൈഹി അന്നഹു മൻ തവല്ലാഹു, അത്തരം ആളുകളെ, ആ പിശാചുക്കളെ ആര് സ്വീകരിച്ചുവോ, കാര്യകർത്താവായി ആര് സ്വീകരിച്ചുവോ, അവരുടെ ഇൽമ അവരിൽ നിന്ന് എടുക്കുന്നുവോ, അത്തരം ആളുകൾ ചെയ്യുന്നത് ഫഅന്നഹു യുദില്ലുഹു, ആ പിശാച് അവനെ നേർമാർഗത്തിൽ നിന്ന് തെറ്റിക്കും, തെറ്റായ മാർഗത്തിലേക്ക് അവനെ നയിക്കും. വയഹ്ദീഹി ഇലാ അദാബിസ് സഈർ, ആ ഒരു വഴി പിന്നീട് നരകത്തിലേക്കാണ് എത്തിച്ചേരുക എന്നാണ്. അപ്പോൾ കൃത്യമായ ഒരു വിശദീകരണമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നടത്തിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനും തിരുനബിയുടെ സുന്നത്തുമാണ് പിൻപറ്റേണ്ടത്. അതാണ് ശരിയായ അറിവായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ആ അറിവിലേക്കാണ് വരേണ്ടത്. അതല്ലാതെ മറ്റാരെങ്കിലും പറയുന്ന, അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ആളുകൾ പറയുന്നതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നേരെ നരകത്തിലേക്കായിരിക്കും ആ വഴിയുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിലൂടെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിൻ്റെയും ആ പ്രവാചകൻ്റെയും കൃത്യമായ അധ്യാപനങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ തയ്യാറാവുക, അതിന് കീഴടങ്ങുക. അതിനെ കീഴടങ്ങിക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളായി നമ്മൾ മാറുക. എങ്കിലേ നമുക്ക് വിജയമുള്ളൂ, ആ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. كتب عليه أنه من تولاه فأنه يضله ويهديه.
فأنه يضله ويهديه إلى عذاب السعير. وهذا والله أعلم وصلى الله على نبينا محمد وآله وصحبه وسلم. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.